ഈശോയിലെ പ്രിയമുള്ളവരെ, പ്രയോറിറ്റീസ് എന്ന് പറയും അല്ലേ? വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ടഫസ്റ്റ് ടോപ്പിക് ഇൻ സ്പിരിച്വാലിറ്റി ആണ്, വൺ ഓഫ് ദ ടഫസ്റ്റ് ടോപ്പിക് ഇൻ സ്പിരിച്വാലിറ്റി ആണ് മാരേജ്. കാരണം ഇത് ഓരോ മനുഷ്യൻ്റെയും ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിഗൂഢ രഹസ്യമാണ് വിവാഹത്തിലൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ അത് ആ വ്യക്തി പേഴ്സണലി മാത്രമാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് എന്തുമാത്രം ഡെപ്തിൽ അറിയാം എന്നുള്ളത് വെച്ചിട്ടാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാർട്ട്ണറെ തന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് മാത്രമേ അത് അറിയുള്ളൂ. അതുകൊണ്ട് ഇതൊരു യുണീക്കായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ജേണിയാണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം വളരെ മോശം അനുഭവത്തിൽ നിൽക്കുന്ന ഒരാൾ വിവാഹത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പം അവിടെ അടി വാങ്ങി നിൽക്കുമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് ഇന്നപ്രോപ്രിയേറ്റ് ആയിരിക്കും, അത് അവിടെ പറയേണ്ടതായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം അല്ലായിരിക്കും ഞാനവിടെ കൊടുക്കേണ്ടത്. സദാ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളെ ഏറ്റവും കൂടെ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ എന്തുമാത്രം മനസ്സിലാക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും വൈ ദാറ്റ് പേഴ്സൺ ഈസ് വിത്ത് മീ. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എന്താണ് ഇയാളെ എനിക്ക് തന്നേക്കുന്ന ദൈവം എന്ന് മനസ്സിലാവണമെങ്കിൽ ഡീപ്പ് ഇൻസൈഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില കുറവുകളിൽ അവർക്ക് മാത്രമേ നിങ്ങളെ സഹിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇനി മറ്റൊന്ന്, പ്രയോറിറ്റൈസ് ചെയ്യാത്തതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം. കൂട്ടുകാരന്മാരാണ് ഭാര്യയേക്കാൾ പ്രാധാന്യമുള്ളതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. സ്ത്രീകൾ ഇക്വാലിറ്റി എന്നൊക്കെ വിചാരിച്ചിട്ട് സ്ത്രീകളും ഈ ഒരു മെത്തേഡ് ഇപ്പം അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പൊതുവെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ബട്ട് ഇപ്പോൾ സ്ത്രീകൾക്കും ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പം ഞാൻ അവരുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഫാമിലി ഇഷ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നത് ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഇരുന്നിട്ടാണ്. അപ്പോൾ ഇത് തന്നെയാണ് പുരുഷന്മാരും ഒരു സമയത്ത് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു നീഡ് എ ഹോം ടു കം ബാക്ക്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരു കുടുംബം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇവരൊന്നും നിങ്ങളെ കൂടെ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. ഇവരൊന്നും നിങ്ങളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ലൈഫിന്, സുഹൃത്തുക്കൾ നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുണ്ട്, പക്ഷെ ഇവരൊന്നും നിങ്ങളെ ഒരു സമയത്തിനപ്പുറത്തേക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാനോ അവരവരെ തന്നെ മറന്നുകൊണ്ട് അവരുടെ എല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വരാനോ ഒന്നും പോകുന്നില്ല. അപ്പം എൻ്റെ വലിയൊരു ബിഗ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, യെസ് ദേ വിൽ ബി ദർ ഫോർ മീ ആൻഡ് ഐ എം നോട്ട് അലോൺ, ദേ വിൽ, നമ്മുടെ ലാസ്റ്റ് എൻഡിത്തൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് തോട്ട് എനിക്കുണ്ടായിരുന്നു. ബട്ട് കർത്താവ് അതൊരു പോയിന്റിൽ തകർത്തു. എന്നിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നു, ഇയാൾ മാത്രം നിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അതൊരു ഭയങ്കര റിയലൈസേഷൻ്റെ ഒരു സമയമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് മനസ്സിലായി ഈ ദാമ്പത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഒരു മനുഷ്യന് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന മനുഷ്യന്മാരുടെ യാത്രയാണ് ജീവിതത്തിൽ നമുക്കുള്ളത്. അപ്പോൾ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റാത്ത ഒരാളെ ദൈവം താലിയിൽ അല്ലെങ്കിൽ വിവാഹത്തിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അബാൻഡൻ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ പാർട്ട്ണർ. അപ്പോൾ നമ്മൾ ടോർച്ചറുകളുടെയും അബ്യൂസുകളുടെയും ഒക്കെ ഒരു ജേണിയൊക്കെ ഉള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അവരുടെ കഥ വേറെ ആയിരിക്കാം കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മനോഹരമായി അഡ്ജസ്റ്റ് ചെയ്ത് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ദൈവം നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. നമ്മൾ വിചാരിക്കും ഇത്രേ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ, ഇത്രേ എനിക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ, ഇത് ഞാൻ മാക്സിമം ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നിയാലും നിങ്ങൾ പിന്നെയും നിങ്ങൾ ഈ റബ്ബർ ബന്ധ് പോലെ അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരും. അങ്ങനെ ചില റിലേഷൻഷിപ്പുകളുണ്ട്. ബട്ട് ചില റിലേഷൻഷിപ്പുകളെ ദൈവം തന്നെ രണ്ട് വഴിക്ക് ആക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവം തന്നെ രണ്ടുപേരുടെ നന്മ ഉദ്ദേശിച്ചിട്ട് കുറച്ച് നാളെങ്കിലും അവർ സെപ്പറേറ്റഡ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവരെ ഒരു കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ കണ്ടീഷനിൽ നിൽക്കുന്ന ചില റിലേഷൻഷിപ്പുകളുണ്ട്. സോ അത് ദൈവം തന്നെ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകളാണ്. ഈ മനുഷ്യൻ ഒരിക്കലും തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ, അതായത് ദൈവത്തോട് എന്തെങ്കിലും ഒരു
അനുഭാവം ഉണ്ടെങ്കിൽ മാത്രം അയാളുടെ ഹൃദയത്തിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് പൂർണ്ണമായും പിശാചിന് അടിമത്തത്തിലായി കിടക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് കൊണ്ട് കഴിയണമെന്നില്ല. പിന്നെ പെട്ടെന്ന് കഴിയണമെന്നില്ല. പലതരത്തിൽ പലതിനും പറഞ്ഞ യുണീക്കാണ്. ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഓരോരുത്തരുടെ ലൈഫ് ജേണിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം ഡാനിയൽ അച്ഛൻ്റെ കൂടെ നടക്കുന്ന ആ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹം ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് ഭാര്യയോട്. പക്ഷെ ആ കണ്ണുനീരിനൊരു മറുപടി ഉണ്ടായി. അപ്പം അത് ആ വ്യക്തി എങ്ങനെയാണ് വളർന്നു വന്നത് അതൊക്കെ ദൈവം കാണുന്നുണ്ട്. ആ മറ്റേ വ്യക്തി എങ്ങനെയാ, അവനത് അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ പാപത്തിൽ പോയി പെട്ടതല്ല, സിറ്റുവേഷൻസ് അങ്ങനെയാവുന്ന അതൊക്കെ ദൈവം നോക്കുന്നുണ്ട്. ഇപ്പം ഒരു ലൈഫ് പാർട്ട്ണർ മോശമാണെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് മോശമായത് എന്ന് കർത്താവ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് കർത്താവ് നോക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണ്. അതിന് ദൈവം നമ്മുടെ ഒരു സഹായം, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ സഹായം ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില മനുഷ്യര് പാപത്തെ സ്നേഹിക്കുകയും പാപത്തിലായിരിക്കാൻ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മളെ അവരുടെ കൂടെ നിർത്തിയാലും ശരി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ ദൈവം അത് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പം സുഹൃത്തുക്കൾക്കും ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയാം. നിങ്ങളെ കുട്ടികളെക്കാൾ ഉപരിയായിട്ട് പാർട്ട്ണറെ സെലക്ട് ചെയ്യണമെന്ന് പറയും. കാരണം അയാൾ മാത്രമാണ് അവസാനം വരെ നിങ്ങളുടെ കൂടെ നടക്കാൻ പോകുന്നത്. പ്രയോറിറ്റൈസ് ചെയ്യാത്തതാണ് കുടുംബം എന്ന് പറയുന്ന സംഗതിയെ പ്രയോറിറ്റൈസ് ചെയ്യാത്തതാണ്. ഇനി നമ്മൾ ഏത് പ്രശ്നത്തിൻ്റെ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനും ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഞാനും ഒരു ടൈമിൽ ഞാനിങ്ങനെ അയാളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ചെയ്യുന്ന തെറ്റുകളും അയാളുടെ കുറവുകളും അയാളെ ഞാൻ ചകഞ്ഞ് മനസ്സിലാക്കി അയാളുടെ പോരായ്മകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബട്ട് കർത്താവ് പതുക്കെ ആ മിറർ ഒന്ന് തിരിച്ചു വെച്ചു. നീ നിന്നെ തന്നെ നോക്ക്. നിനക്ക് എന്തോരം കുറവുണ്ട്, നിന്നെ ആർക്കാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, നിന്റെ ഈ ഒരു സ്വഭാവ പ്രത്യേകതയൊക്കെ ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അയാൾക്കല്ലാതെ. അപ്പം നിങ്ങളുടെ കുറവുകൾ ചിലപ്പോൾ അയാൾക്കല്ലാതെ വേറെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയാളും നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടാവും, അയാൾ നിങ്ങളുടെ പല കാര്യങ്ങളും മറന്നു കളഞ്ഞിട്ടുണ്ടാവും, അയാൾ നിങ്ങളുടെ കുറവുകളോടുകൂടി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ഒരാളുടെ കുറവുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പതുക്കെ നമ്മുടെ കുറവുകളെ നമ്മൾ കാണാതെ പോവാണ്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെ തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കുക, പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക, സ്വയം ഹീൽഡ് ആവാൻ ശ്രമിക്കണം. നിങ്ങൾ ഹീൽഡ് ആയില്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. ഗിവ് അപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ട്രൈ യുവർ ബെസ്റ്റ് ബിഫോർ യു ആർ ലീവിങ്, ഇഫ് യു ആർ ഡിസൈഡഡ് ടു ലീവ്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.